ഫുട്ബോൾ ലോകകപ്പിലെ ആവേശോജ്വലമായ ഒരു കളിക്കാണ് ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. പക്ഷെ അത്ര ആവേശം ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നത് ബ്രസീലുകാരാണ്. കാരണം കാത്തിരുന്ന കളിയായിരുന്നു. രാത്രി 3:30-ക്കാണ് കളി കഴിഞ്ഞത്. ബ്രസീലിൻ്റെ ആരാധകരൊക്കെ ഉണർന്നെണീച്ച് എന്താണെങ്കിലും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ എത്രമാത്രം ആവേശം ഉണ്ടായിരുന്നു കളി, എന്താണ് റിസൾട്ട്? ആവേശകരമായ മത്സരമായിരുന്നു. പക്ഷേ ബ്രസീൽ ഫാൻസിനെ സംബന്ധിച്ച് നിരാശാജനകമായിട്ടുള്ള റിസൾട്ടാണ്. നമുക്കറിയാം, മൊറോക്കോയാണ് എതിർ ടീം. കഴിഞ്ഞ വേൾഡ് കപ്പിലെ സെമി ഫൈനലിസ്റ്റുകളാണ്. ഏകദേശം 21 കളികളിപ്പോൾ പരാജയം അറിയാതെ വരുന്ന ടീമാണ്. കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ 2-1 ബ്രസീലിനെ തോൽപ്പിച്ച ടീമാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ബ്രസീൽ ടീമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മൊറോക്കോ ഒരു പിടി മുമ്പിലാണ്, സമനിലയിലാണ്. എന്നാലും ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരായിട്ട് അടുത്ത റൗണ്ടിലേക്ക് ബ്രസീൽ ശരിക്കും ആശ്വാസമാണോ സമനിലയോട് ഉണ്ടായത്? ആശ്വാസമാണ് ശരിക്കും. നിലവിൽ ബ്രസീലിൻ്റെ പ്രകടനം അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നലത്തെ റിസൾട്ട് ആശ്വാസകരം. എന്താണ്, ഇങ്ങനെ ഒരു റിസൾട്ടാണോ പ്രതീക്ഷിച്ചിരുന്നത്? ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു റിസൾട്ടാണ് പ്രതീക്ഷിച്ചത്. കാരണം ബ്രസീൽ പഴയ ഒരു ഫോമില്ലാതെ ഞങ്ങളുടെ ഒരു ഫാൻസിൻ്റെ വിലയിരുത്തൽ. പക്ഷേ നമ്മൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പൂച്ചാളും ഇതൊക്കെ എടുത്തത് മൊറോക്കോനാണ്. അവർ ഒരിക്കലും ബ്രസീൽ ജയിക്കുമെന്ന് പറഞ്ഞ ഒരു മനുഷ്യന് പോലുമില്ല. പക്ഷേ ഇന്നലെ നന്നായിട്ട് കളിച്ചു. ഗോളൊക്കെ വിനീഷ്യസിൻ്റെ ഗോളൊക്കെ കണ്ടോ? ഞാനൊക്കെ വിനീഷ്യസ് ഫാനാണ്. നമ്മളെ ഗോളാന്നൊക്കെ പറഞ്ഞാൽ അപാര ഗോളാണ്. തീർച്ചയായിട്ടും ഞാനൊരു ബ്രസീൽ ഫാൻസ് എന്നുള്ളതൊക്കെ ഞാൻ സമ്പൂർണ്ണ സംതൃപ്തരാണ്. പിന്നെ ഓക്കെ, ഈ ഒരു കളി കൊണ്ടൊക്കെ മുന്നോട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും? ശരിയാവുന്നൊന്നും പ്രതീക്ഷിക്കുന്നു. അല്ല, സത്യത്തില് ഒരു കുറച്ചും കൂടി ഒരു അഗ്രസീവായ ഫുട്ബോൾ പ്രതീക്ഷിക്കുന്നില്ലേ? അതുണ്ടാവും. കളി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അടുത്ത കളി വരുമ്പോഴത്തേനും മെച്ചപ്പെടും. എന്തായാലും മെച്ചപ്പെടും. എന്താണ് നെയ്മർ കളിക്കാത്തതിൻ്റെ ഒരു നിരാശ ഉണ്ടോ? നെയ്മർ പരിക്ക് മാറി വരുന്നുള്ളൂ. എന്തായാലും ഇനിയിപ്പോൾ ഗ്രൂപ്പ് ഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് ഇറങ്ങിണ്ടാവും നല്ലത് തോന്നുന്നു, പരിക്കായതുകൊണ്ട്. ഈ ഇനിയുള്ള മത്സരങ്ങളിലൊക്കെ എങ്ങനെയാണ് ബ്രസീലിൻ്റെ ഒരു ലൈനപ്പൊക്കെ ഉണ്ടാവുക? ഈ ലൈനപ്പ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ചില മാറ്റം ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ അടുത്ത് അത്ര വലിയ ടീം അല്ലെങ്കിൽ കൂടി ഫുട്ബോളാണ്. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം മൊറോക്കോ സെമിയിലെത്തുന്ന ആരും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അതിന് മുമ്പാണെങ്കിൽ ദക്ഷിണ കൊറിയ, അതേപോലെ കഴിഞ്ഞ കുറേയൊക്കെ ജപ്പാൻ പോലെയുള്ള നല്ല ടീമുകളല്ല മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ടീമിനെയും വില കുറച്ച് കാണേണ്ടതില്ല. എന്നാലും അടുത്ത 2 കളിയും നല്ല ഗോളിന് ജയിച്ച് സെമി ഫൈനലിൽ എത്തുന്നത് തന്നെയാണ് പ്രതീക്ഷ. വിലയിരുത്തുമ്പോഴേ ഇത്തവണത്തെ ബ്രസീലിൽ വലിയ പ്രതീക്ഷയില്ലാത്ത പോലെയൊക്കെ പറയുന്നത് പല ബ്രസീലിനെ എതിർക്കുന്നവരല്ല, പൊതുവെയുള്ള കളി വിലയിരുത്തുന്ന പലരും. അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ട്. അതായത് മുൻകാല പ്രകടനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിരാശാജനകമാണ്. നമുക്കറിയാം, വേൾഡ് കപ്പിൻ്റെ ലാറ്റിൻ അമേരിക്ക യോഗ്യത റൗണ്ടിൽ കഷ്ടിച്ചാണ് കടന്നുകൂടിയത്. നമുക്കറിയാം, ലാറ്റിൻ അമേരിക്ക കുറച്ച് ടൈറ്റ് ഫൈറ്റുള്ള വൻകരയാണെങ്കിൽ കൂടി ബ്രസീൽ ഇതുവരെ നേരിട്ട ഏറ്റവും ഫൈറ്റുള്ള ഒരു യോഗ്യത റൗണ്ടായിരുന്നു ഈ വർഷത്തേക്കുള്ള വേൾഡ് കപ്പിലേക്കുള്ള. അപ്പോൾ ആ ടീമിൻ്റെ പ്രകടനം തന്നെ മൊത്തത്തിൽ കോച്ചില്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളും, ആഞ്ചലോട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖരായ കോച്ച് ഇപ്പോൾ വന്നെങ്കിൽ കൂടി മൂപ്പർക്ക് സമയം വേണം. അപ്പോൾ അതിൻ്റെ ഒരു സമയം എടുക്കലും പുതിയ താരങ്ങളൊക്കെ പാടെ ഒരു ഒത്തിണക്കത്തിൻ്റെ അത് ശരിയാവും. 24 വർഷം മുമ്പാണ് ഇതിനു മുമ്പ് അവസാനമായിട്ട് ലോകകപ്പ് കിട്ടിയത്. നെയ്മർക്ക് ഒരു ലോകകപ്പോടെ വിരമിക്കാനുള്ള സാധ്യത ഉണ്ടാവും ഇത്തവണ? തീർച്ചയായിട്ടും ഞങ്ങൾ ആ കപ്പ് തൂക്കിയിട്ട് ആ ഇൻ്റർവ്യൂവിന് നിങ്ങൾ തന്നെ വരണം എന്നാണ് നമ്മളെ പ്രതീക്ഷ. തീർച്ചയായിട്ടും കപ്പ് നേടും. എനിക്ക് കാണിച്ച ലോകത്തിലെ ഏറ്റവും മുൻനിരക്കാരായിട്ടുള്ള ആൾക്കാരാണ് ബ്രസീൽ. ഫോർവേഡിൽ ഞങ്ങൾക്ക് ഡിഫൻസിൽ ഒരു ചെറിയ പാളിച്ചുണ്ടെങ്കിൽ ഗോൾ കീപ്പർ സൂപ്പറാണ്. ആഞ്ചലോട്ടി പറഞ്ഞ പരിശീലകനെ കപ്പ് നേടിയ ചരിത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നേടും. അത് നിങ്ങളെ വിളിക്കുകയും ചെയ്യും. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് തന്നെ മുന്നേറും തന്നെ പ്രതീക്ഷിക്കുന്നു. അതിനെ പ്രതീക്ഷ. മൊറോക്കോ അപ്പുറത്തുണ്ടിൽ കൂടി ഒരു ഗോൾ ഡിഫറൻസിൽ രീതിയിൽ ബ്രസീൽ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് വരും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഇനിയും കാണണം അടുത്ത കളികളെ കാണുമ്പോൾ. തീർച്ചയായിട്ടും എല്ലാ സെറ്റപ്പുകളും നല്ല സ്ക്രീന് കാര്യങ്ങളുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ സെറ്റപ്പിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ സമയമാണ് ഒരു പ്രശ്നം. ഒരു 3 നമ്മൾ വല്ലാത്തൊരു സമയമായി പോയി. അവർക്ക് നേരത്തെ അർജന്റീനക്കാരെ പടക്കം നല്ല ചീറ്റിപ്പോയി. ശരി, അതുപോലെ ഞങ്ങൾ തോറ്റ് പടക്കം പൊട്ടിച്ചാൽ നിൽക്കുകയായിരുന്നു, അത് ചീറ്റിപ്പോയി. എന്താണെങ്കിലും കളിയുടെ ഫലത്തിൽ അല്പം നിരാശയുണ്ടെങ്കിലും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി മുന്നേറുമെന്ന് തന്നെയാണ് ബ്രസീലിലെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അത്ഭുതങ്ങൾ സംഭവിച്ചാൽ ഒരുപക്ഷെ കപ്പ് നേടാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ ഇവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. എന്നാണ് ഇനിയുള്ള കളികളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ബ്രസീൽ ആരാധകരൊക്കെ ഈ കളിയുടെ ഫലം അതിൽ നിരാശപ്പെടാതെ അടുത്ത കളി മികച്ച വിജയത്തിൽ നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.